നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഈ ട്രാൻസ്ഫർ ജാലകമൊക്കെ ആകുമ്പോൾ ഫുട്ബോൾ ലോകം ഉറ്റുനോക്കുന്ന ഒരാളാണ് ഫബ്രീസിയോ റൊമാനോ. ഫബ്രീസിയോ മാത്രമല്ല, മറ്റു പല വിശ്വസനീയമായിട്ടുള്ള വാർത്തകൾ തരുന്ന മാധ്യമപ്രവർത്തകരുമുണ്ട്. അക്കൂട്ടത്തിൽ ഒരാളാണ് ഫബ്രീസിയോ. ഫബ്രീസിയോക്ക് ലോകത്താകമാനം വലിയ രൂപത്തിലുള്ള ഫാൻ ബേസും ഉണ്ട്. എല്ലാവരും അദ്ദേഹത്തെ ഒരു ക്രെഡിബിൾ സോഴ്സായിട്ട് കണക്കാക്കുന്നുമുണ്ട്. എന്നാൽ ഇപ്പോൾ ചില വാർത്തകൾ, ഇപ്പം ഡെയിലി മെയിൽ പുറത്തുവിട്ടൊരു വാർത്ത എന്താണെന്നറിയോ? ഫബ്രീസിയോ റൊമാനോയുടെ കോളുകൾ യൂറോപ്പിലെ പ്രമുഖ ക്ലബ്ബുകളുടെ സ്റ്റാഫുകൾ എടുക്കാൻ മടിക്കുന്നു. അദ്ദേഹത്തെ ഒരു ജേർണലിസ്റ്റ് എന്നതിനപ്പുറത്തേക്ക് ഒരു ന്യൂയിസെൻസ് ഇൻഫ്ലുവൻസറായിട്ടാണ് അവർ കാണുന്നത്. കാരണം ഡെലിക്കേറ്റ് ട്രാൻസ്ഫർ നെഗോസിയേഷൻസ് അടക്കം അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അകറ്റി നിർത്താനാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ക്ലബ്ബുകളുടെ സ്റ്റാഫുകൾ ശ്രമിക്കുന്നത് എന്ന് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഇത് വലിയ രൂപത്തിലുള്ള വാർത്തയാവുകയും സ്വാഭാവികമായിട്ടും ഇതിനെതിരെയുള്ള പ്രതികരണങ്ങളൊക്കെ വരികയും ചെയ്തു. അപ്പോൾ അതിനിടയിൽ ഇപ്പം ഫബ്രീസിയോ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്, ഒരു എക്സാമ്പിളൊക്കെ വെച്ചുകൊണ്ട്. ഇപ്പം ഡെയിലി മെയിലിൻ്റെ ഈ ഒരു വാർത്ത കോട്ട് ചെയ്തുകൊണ്ട് ഒരു ഫുട്ബോൾ ഫോളോവർ പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു: മെയിൽ വിചാരിക്കുന്നത് അവരെന്തോ ക്ലവറായിട്ട് ഇത്തരത്തിലുള്ളൊരു സംഗതി പുറത്തു വിട്ടു എന്നാണ്. പക്ഷേ ഫബ്രീസിയോ തന്നെയാണ് ഇപ്പോഴും ട്രാൻസ്ഫർ മാർക്കറ്റിൽ നമ്പർ 1 ആയിട്ട്, അല്ലെങ്കിൽ ഫസ്റ്റ് വാർത്ത ബ്രേക്ക് ചെയ്യുന്ന ഒരാളായിട്ട് നിൽക്കുന്നത്. അപ്പം കേസ് ഇൻ പോയിൻ്റ് ദി അറൗഹോ ന്യൂസ് എന്ന് പറയുന്നു. ആരും ഇപ്പോൾ മെയിൻ സ്ട്രീം മീഡിയയെ ഒരു തരത്തിലും കെയർ ചെയ്യുന്നില്ല, അവരൊക്കെ ഡെഡായി എന്നായിരുന്നു പ്രതികരണം. പക്ഷേ അതിനോട് ഫബ്രീസിയോ പ്രതികരിച്ചു, താങ്ക്സ് എന്ന് പറഞ്ഞിട്ട്, ബട്ട് നോ നീഡ്, നോ വൺ ഡെഡ്. പക്ഷേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 4 AM ആണ് ഒരു എക്സ്ക്ലൂസീവ് സ്റ്റോറി. ബ്രെൻഫോർഡ് ഒരു ടാലൻറ്റഡ് ഇക്കഡോറിയൻ പ്ലെയറെ കൊണ്ടുവരുന്നു. ഇത്തരത്തിലുള്ള ന്യൂസുകൾ ആളുകൾക്ക് എത്തിക്കുക, എൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ട് എത്തിക്കുക, അതാണ് ഞാൻ ശ്രമിക്കുന്നത്. എവറി ഡേ എവറി അവർ കീപ് ഡൂയിങ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഹിയർ വി ഗോ ഇനിയും തുടരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതിനിടയ്ക്ക് ചില വാർത്തകളുണ്ടായിരുന്നു, ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയോട് കൂടി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിൽ നിന്ന് ഫബ്രീസിയോ മാറിപ്പോകുമെന്ന്. ഏതായാലും ഫുട്ബോൾ ലോകത്ത് നമുക്ക് ക്രെഡിബിൾ ആയിട്ടുള്ള സോഴ്സുകളൊന്നാണ് ഫബ്രീസിയോ. നമ്മൾ സാധാരണ വാർത്തകൾ എടുക്കാറുള്ളത് ഡേവിഡ് ഓൺസ്റ്റീൻ, ഫബ്രീസിയോ, ജെറാർഡ് റൊമേറോ, അതുപോലെ ബെൻ ജേക്കബ്സ്, ഇങ്ങനെയുള്ള പ്രമുഖരിൽ നിന്നാണ്. എന്തായാലും ഫബ്രീസിയോ തുടരും എന്ന് തന്നെ കരുതാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.